എങ്ങനെ ശാസ്ത്രീയമായിട്ട് തട്ടിപ്പ് നടത്താം എന്ന്, വളരെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ തട്ടിപ്പ് നടത്താമെന്ന് കണ്ടുപിടിച്ച ഒരു രീതി നോക്കുകയാണെങ്കിൽ ഈ നാഷണൽ ഹെറാൾഡ് കേസ് ആ തരത്തിലുള്ള ഒരു കേസായിട്ട് മാറും. ചിലർക്കൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ നിയമ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകം എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ഈ കേസ് കോർപ്പറേറ്റ് ടേക്ക് ഓവറിൻ്റെ അതിൽ ഫ്രോഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന് ഇ ഡിക്ക് ഉറപ്പുള്ള സ്ഥിതിക്ക് ഇ ഡി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ കേസ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഡൽഹി പോലീസ് കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ളതാണ്, ഡൽഹി ഗവൺമെൻറ്റുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം ഇ ഡി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ അവിടുത്തെ ആ കൺസേൺഡ് പോലീസ് ബാധ്യസ്ഥമാണ്. അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ് ചെയ്തത്. ഇ ഡി കേസുകളിൽ പലപ്പോഴും ഉള്ള കുരുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അനധികൃതമായിട്ട് പൈസ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ ബാങ്ക് റെക്കോർഡ്സാണ് നോക്കുന്നത്. ബാങ്ക് റെക്കോർഡ്സിനകത്ത് അനധികൃതമായിട്ട് പൈസ വന്നിട്ടുണ്ട്. ഈ പൈസ എവിടുന്ന് വന്നു എന്ന് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. അത് നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് ഇൻകം ടാക്സുകാർ നോക്കിക്കോളൂ. ഇപ്പോൾ സോഴ്സ് എങ്ങനെയാണ് വന്നത്, എവിടുന്നാണ് ഈ പൈസ വന്നത്? കാര്യം ഇതിപ്പം ആയിരക്കണക്കിന് കോടി രൂപ വിലയുള്ള ഒരു സ്ഥാപനം നിസ്സാര തുകയ്ക്ക് കൊടുത്ത് കൈവശപ്പെടുത്തി എന്നുള്ളതാണ് ആ കേസ്.